സ്തോത്രം. വീണ്ടും നമുക്കിതുപോലെ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് ജീവിതത്തിൽ നൽകിയത് കർത്താവ് നമ്മളെല്ലാവരെയും വളരെ ശ്രേഷ്ഠകരമായിട്ട് അതിശയകരമായിട്ട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ നടത്തുന്നതിനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ചില ദിവസങ്ങൾ ചില ആഴ്ചകളിൽ ഒരു ഓപ്പൺ ടോപ്പിക് നമ്മൾ പ്രത്യേകമായ ഒരു പാസേജസ് ഒന്നും നമ്മൾ പറയുകയോ ടോപ്പിക് എടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സീരീസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ചു എനിക്ക് ഒത്തിരി പ്രയോജനമായി തീർന്നതുമായ ചില വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ജീവിതത്തിന്റെ രണ്ട് യാഥാർത്ഥ്യങ്ങൾ, ആ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോഴും ജീവിതത്തിൽ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളുള്ളപ്പോൾ തന്നെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാമെന്ന് നമ്മളൊരു ലോങ് പാസേജ് അതിൽ നിന്ന് നമ്മൾ പല ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം ഇതിന്റെ 13 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ സദസ്സത്തിൽ വായിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ജ്ഞാനമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളി. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാൽ അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയെ അവരോട്
നിലയാത്ത നാഴികയിൽ മനുഷ്യൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുക്കിയിരിക്കും. ഒരു വലിയൊരു പാസേജാണ് അത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആ ഈ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞ രണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളും അവയെ നേരിടുവാനുള്ള മാർഗങ്ങളും നമ്മൾ നോക്കുകയാണ്. എന്തുവാണ് ഇതിന്റെ കോൺടെക്സ്റ്റ്? യേശുക്രിസ്തു പാരബിൾ അല്ലെങ്കിൽ ഒരു ഉപമ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുടെ ഒരു കേന്ദ്ര ഭാഗമായ ഉപമകളിൽ കൂടെ സംസാരിക്കുന്ന ഒരു ശൈലി. ഉപമകൾ എന്ന് പറയുന്നത് തന്റെ പഠിപ്പിക്കലുകളുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അപ്പോൾ ഈ ഉപമ യേശു പറയുമ്പോൾ ചോദ്യം ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പുരുഷാരത്തിന്റെ അടുത്തോട്ട് വന്നിട്ട് ഒരാൾ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. വളരെ തന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതും തന്റെ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൗതികരമായ ഒരു വിഷയമാണ് യേശു ചോദിക്കുന്നത്. എന്നാൽ യേശു അതിന് മുമ്പൊക്കെ വലിയ ആഴത്തിലുള്ള പല കാര്യങ്ങളും യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മൾ ആ 12-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പുരുഷാരെല്ലാം തിക്കിത്തിരക്കും, വലിയ കൂട്ടമുണ്ട്. തിക്കിത്തിരക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു അവരോട് പരീക്ഷന്മാരുടെ കുളിച്ചമാവുന്ന കവളവ്യക്തിയെ കുറിച്ചും അതുപോലെ തന്നെ എത്രത്തോളം ഇവർക്ക് മൂല്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ മറ്റുള്ളവർ പിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സുവിശേഷപ്രതി നിങ്ങളെ മറ്റുള്ളവരെ കോർട്ടിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കൂടെ സംസാരിക്കും. ഇങ്ങനെയുള്ള വളരെ ആഴത്തിലുള്ള കാര്യങ്ങളും ദൈവത്തെ മാത്രം ഭയപ്പെടുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തി വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഭൗതികരമായിട്ടുള്ള ഒരു സാധാരണ ഒരു ചോദ്യവുമായി യേശുവിനടുത്ത് വരുന്നു. അല്ലേ? നമ്മള് അതിനൊക്കെ പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, എല്ലാവർക്കും പറയാമല്ലോ. ഈ ഓണത്തിനിടയിലാണ് കുത്തുകച്ചവടം എന്ന് പറയുന്നത്. വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ വ്യക്തി വന്നിട്ട് വളരെ അദ്ദേഹത്തിന്റെ സംബന്ധിച്ചുള്ള അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കാം. വളരെ അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് പറയുകയാണെങ്കിൽ വളരെ ഭൗതികപരമായിട്ട് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഒരു കാര്യം അദ്ദേഹം ചോദിക്കുന്നത്. എന്തുവാണ് ചോദിക്കുന്നത്? യേശുവിനോട് പറയുക, എന്റെ സഹോദരനോട് കൽപ്പിക്കണം. എന്തുവാ? എന്റെ അവകാശം പകുതി ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ എന്റെ അവകാശം വിധിക്കുവാനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് ഇദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുവാനായിട്ട് യേശുക്രിസ്തു മശിഹായ ക്രിസ്തുവിനോട് പറയുന്നു. യേശുക്രിസ്തു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം അദ്ദേഹം ചോദിക്കാൻ ഒരു റീസണുണ്ട്. അന്നത്തെ കാലത്ത് ഗുരുക്കന്മാരും അന്നത്തെ കാലത്തെ ടീച്ചേഴ്സും ആയിട്ടുള്ളവരെ, ഇതുപോലെ പഠിപ്പിക്കുന്നവരും ആയിട്ടുള്ളവരെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ ഫാമിലിയിലെ വിഷയങ്ങൾ ഇതുപോലെ സഹായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇദ്ദേഹം യേശുവിനെ സമീപിച്ചത്. കാരണം അന്ന് നമ്മൾ വിചാരിക്കുന്നവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഇവരൊക്കെയാണ് എല്ലാത്തിനും ഉത്തരം പറയുന്നത്, ഗുരുക്കന്മാരും പ്രൊഫറ്റ്സും ഇങ്ങനെയുള്ളവരൊക്കെയാണ്. എന്നാൽ യേശു പറഞ്ഞു, എന്റെ ജോലി അതല്ല, എന്നെ നിങ്ങൾ എന്തിനെ ന്യായകർത്താവായിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചത് ന്യായം വിധിക്കരുത്. യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിച്ച് യേശുക്രിസ്തു അവിടെ പോയിട്ട് ഒരു ഇതാണ് ശരി അതാണ് ശരി എന്ന് പറയുന്നൊന്നുമല്ല യേശുവിന്റെ ജോലി. യേശു പറഞ്ഞു, എന്റെ കാര്യം ഒന്നുമല്ല. എന്നാൽ ഈ ഒരു പശ്ചാത്തലം യേശു ഉപയോഗിച്ചുകൊണ്ട് യേശു ഒരു ഉപമ പറയും. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കഥയാണല്ലോ യേശു പറഞ്ഞ ആ ഉപമ. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വലിയ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടായിരിക്കാം, വലിയ ഒത്തിരി ബിസിനസ്സുകാരൻ, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കർഷകനായിരിക്കാം, പല രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് അന്ന് ആ വർഷം വളരെ നല്ലൊരു വിളവെടുപ്പുണ്ടായി, ഒത്തിരി നല്ലൊരു കൊയ്ത്തുണ്ടായി, വളരെ വലിയൊരു ഹാർവസ്റ്റ്, അബണ്ടന്റ് ഹാർവസ്റ്റ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വപ്നം കാണുക, ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത്. സ്വപ്നം മാത്രമല്ല, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് കൂടി, അല്ലെ? നമുക്ക് അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിനെ നമുക്ക് തെറ്റിദ്ധരിക്കാനോ നമുക്ക് തിരസ്കരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്രത്തോളം വിളവുണ്ടായോ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഇപ്പോഴത്തെ കളപ്പര ഇത് പോരാ, ഞാൻ ഇപ്പൊ ഉള്ളതൊക്കെ ഞാൻ പൊളിച്ചിട്ട് ഞാൻ വേറൊരു കളപ്പര പണിത് ഇതെല്ലാം സ്വരൂപിച്ചു വെക്കും. വേണ്ടേ കൂടുതൽ? അല്ലേ, നിങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവർക്കറിയാം, ഒത്തിരി കൊയ്ത്തുണ്ടായി കഴിഞ്ഞാൽ അല്ലേ ആ നെൽമണികളും അല്ലെങ്കിലും അതെല്ലാം സൂക്ഷിച്ചു വെക്കുവാനായിട്ട് ഉള്ള പണ്ടികശാലകളൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ സാധിക്കത്തില്ല. എന്നാൽ ഇദ്ദേഹം ഇതെല്ലാം ചിന്തിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, തന്നോട് തന്നെ പറയുക, ഞാനിതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്കിപ്പോൾ ഒത്തിരി സമൃദ്ധി ആയല്ലോ, ഞാൻ പറയും ഇനി നമുക്ക് ഒത്തിരി ആണ്ടുകൾ നമുക്ക് ജീവിച്ചിരിക്കേണ്ടതാണ്, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സ്വരൂപിച്ചിട്ടുള്ളതുകൊണ്ട്
നമുക്ക് ആശ്വസിക്കാം, റിലാക്സ് ചെയ്യാം, തിന്നാം, കുടിക്കാം, ജീവിതമൊക്കെ ഇനി അങ്ങോട്ട് ആസ്വദിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി സമൃദ്ധമായ കാര്യങ്ങളും ജീവിതം വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുമ്പോഴും നമ്മുടെ മനസ്സുകളിലുമൊക്കെയും ഇങ്ങനത്തെ പ്ലാനുകളൊക്കെ വരും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റിലായി, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, മക്കൾക്ക് നല്ല ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്, വലിയ കുഴപ്പമില്ല, ജീവിതം ഓക്കെ. നമ്മളിങ്ങനെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഒരുപക്ഷേ അല്പം എക്സ്ട്രീമാണ് ഇദ്ദേഹത്തിൻ്റെ കേസ്. അദ്ദേഹത്തിനകത്ത് അല്പം ഒരു പണത്തോടുള്ള ഒരു വലിയൊരു ആർത്തിയും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ആ മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴത്തെ പെട്ടെന്ന് യേശുക്രിസ്തു പറയുക, നിന്നോടൊരു ചോദ്യം വരും, നീ ഇങ്ങനെ അല്ല ആശ്വസിച്ച് തിന്ന് കുടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം വരും, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ ഒരുക്കി വെച്ചത് ആർക്കാകും? പെട്ടെന്ന് മരണം സംഭവിച്ചാൽ നീ ഇതൊക്കെ നിൻ്റെ ഈ പ്ലാനിങ്ങും നിൻ്റെ ഈ പദ്ധതികളും ഒക്കെ എന്തായിട്ട് തീരും? ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജീവിതം ചെറുതാണ്, ലൈഫ് ഈസ് ഷോർട്ട്. ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ അങ്കുലി പരിമിതമായ ഒരു സമയത്ത് മാത്രം ജീവിക്കുന്ന ഒരു കാര്യമാണ് ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, ജൂലൈ 29-ാം തീയതി നമുക്ക് വയനാട്ടിലുള്ള നമ്മുടെ ആ പ്രിയപ്പെട്ടവർ ഒരിക്കലും വിചാരിച്ചില്ല അന്നായിരിക്കും അവരുടെ അവസാനത്തെ രാത്രി എന്നൊരിക്കലും ഓർത്തില്ല. നമ്മളൊരിക്കലും അവരെ ജഡ്ജ് ചെയ്യുകയില്ല, ഇത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയുകയില്ല. പക്ഷേ ചില പാഠങ്ങൾ നമ്മളും ലോകത്ത് നടക്കുന്നത് കാണുമ്പോൾ നമ്മളും പഠിക്കുക. ഒരിക്കലും അവർ ചിന്തിച്ച് കാണത്തില്ല. മഴ പെയ്തു, വലിയൊരു മഴയൊക്കെ ഉണ്ടാകുന്നു, പക്ഷെ ഒരിക്കലും അവർ ഓർത്തില്ല. എന്നാൽ ചില മിനിറ്റുകൾക്കകം അല്ലേ, ഒരുപക്ഷെ ചില ഫ്യൂ മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ വലിയൊരു കൂട്ടം ജനങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ജീവിതം ചെറുതാണ്. ഒരുപക്ഷെ നമ്മളെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കുന്നവരൊക്കെ നമ്മൾ ചിന്തിക്കും, ഒത്തിരി വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്നാൽ സത്യം പറയാം, നമുക്ക് മുമ്പിലുള്ള വർഷങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു കണക്ക്, വേദോസത്തിൻ്റെ കണക്ക് അനുസരിച്ച് ഏറെ ആയാൽ 80, അല്ല, നമ്മൾ അതിലൊക്കെയും കൂടുതൽ ജീവിച്ചിരിക്കും. കാരണം ഇന്നത്തെ വൈദ്യശാസ്ത്രമൊക്കെ അങ്ങനെയാണ്, ഇന്നത്തെ കാലങ്ങൾ അങ്ങനെയാണ് പോകും. ഒത്തിരി പേർക്ക് ഒത്തിരി ആയുസ്സൊക്കെ ഉണ്ട്. ആയുസ് ദൈവം നമുക്ക് ധാരാളം തരട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതിനും തെറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അടച്ചു കളയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി ഒരു 60 വർഷവും കൂടെ ഉണ്ടെന്ന് വെച്ചു, ഒരു 20 വയസ്സുള്ളൊരു ആരെങ്കിലും അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ പറയുക, ബാക്കിയുള്ള നിങ്ങളും കൂട്ടിക്കോ, നിങ്ങളുടെവരോട് ഒരു കുറച്ചും കൂടെ വർഷം എത്രയാണോ നിങ്ങൾ ചിന്തിക്കുന്ന ആ വർഷം കൂട്ടിക്കോ. നമ്മളിനി ഈ 60 വർഷം മാത്രം ശേഷിച്ചിരിക്കുന്ന ആൾ അതിനെ 365 ഗുണിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത്, എൻ്റെ കണക്ക് ശരിയാണ്, 21,900 ഡേയ്സ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഡേയ്സ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ വർഷം എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സ് വലിയ ഇതായിട്ട് വരും. എന്നാൽ ദിവസങ്ങളായിട്ട് നമ്മളിതിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇനി നമുക്ക് ദൈവം ഒത്തിരി ആയുസ് തന്നാൽ പോലും നമ്മളൊക്കെ ചില ദിവസങ്ങൾ നമ്മുടെ വിരലുകൾക്കൊക്കെ എണ്ണി തീർക്കാവുന്ന ദിവസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ലൈഫ് ഈസ് ഷോർട്ട്. ജീവിതം വളരെ ചെറിയ ഒരു ജീവിതം മാത്രമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ടാണ് മോശ താൻ എഴുതിയ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കോണം എൻ്റെ നാളുകളെ എണ്ണുവാൻ ദൈവം എന്നെ പഠിപ്പിക്കണമേ. ജ്ഞാനമുള്ള ഹൃദയം, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ലഭിക്കത്തുള്ളൂ. ജീവിതത്തിൻ്റെ ഈ ചെറിയൊരു അവസ്ഥയെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ സൂക്ഷ്മതയോടെ, കർത്താവ് പറഞ്ഞതുപോലെ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ച് നമ്മൾ അവിടെ കർത്താവ് അവസാനം പഠിപ്പിക്കുന്ന ഒരു മോറൽ ലെസൺ ഇതാണ്, നീ ദൈവവിഷയമായി സമ്പന്നമായ തനിക്ക് നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും. അപ്പോൾ ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ചുള്ള ആ ഒരു അറിവ് നമ്മൾ വ്യക്തമായിട്ടുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ
നമുക്കും ദൈവവിഷയമായിട്ട് സമ്പന്നമാകുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഒരു യാഥാർത്ഥ്യം ഇതാണ് നമ്മൾ ഈ പാസേജിൽ കാണുന്നത്. ജീവിതം വളരെ ചെറിയൊരു ജീവിതമാണ്. രണ്ടാമത്തെ യാഥാർത്ഥ്യം, നമ്മൾ ഈ ഭാഗം നമ്മൾ താഴോട്ട് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കർത്താവിൻ്റെ വീണ്ടും വരുന്നതിനെക്കുറിച്ചൊക്കെ കർത്താവ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് അൺഎക്സ്പെക്റ്റഡ് സമയത്ത്, ഈ മടങ്ങി വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരുന്ന കുഴപ്പമില്ല, ഇതെപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്രതീക്ഷിത സമയത്ത് യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്ന സമയം എന്ന് പറയുന്നൊരു ഈ 2000 അടുക്കുന്ന സമയത്ത് 94 ഈ 2000 ശരിയാണെങ്കിൽ, എൻ്റെ ഒരു ചിന്ത ശരിയാണെങ്കിൽ, ഒത്തിരി ആൾക്കാരും വിശ്വാസത്തിലേക്ക് വരികയും ഒത്തിരി പേരൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവുകയും ഒത്തിരി ആൾക്കാർ പ്രാർത്ഥനാ കൂട്ടങ്ങളും ഹൗസ് ചർച്ചുകളും ഒക്കെ പെരുകിയ ഒരു സമയമാണ് ഈ 2000 അന്ന് എങ്ങനെയൊക്കെയോ ആളുകളുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു, 2000 ആവുമ്പോഴത്തേക്ക് എന്തു ചെയ്യും, യേശുക്രിസ്തു വരും. ഇന്നിപ്പം 2000 ഒക്കെ കഴിഞ്ഞു, വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പലരും ഒത്തിരി പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ചു. 2024 ഇന്നും നമ്മൾ കാഹളത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ വേദപുസ്തകം വചനം സത്യമാണെങ്കിൽ കാലങ്ങൾ എത്ര നീണ്ടാലും സമയങ്ങൾ എത്ര മുമ്പോട്ട് പോയാലും നമുക്ക് ഒരിക്കലും ഇതൊന്നും നടക്കത്തില്ലെന്ന് നമ്മുടെ ബുദ്ധിയും ശാസ്ത്രവും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ കാര്യം സംഭവിക്കും. അതെന്നാ സംഭവിക്കുമെന്ന് മാത്രം നമുക്കറിയത്തില്ല. നമുക്കാർക്കും ഇന്ന ദിവസം സംഭവിക്കും ഇത് പറയുമെന്നൊന്നും പറയത്തില്ല. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, ഇന്ന ദിവസം, ഇതൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് സമയത്ത്, അപ്രതീക്ഷിതമായ ഒരു സമയത്ത് യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ താഴോട്ട് യേശുക്രിസ്തു പറയുന്ന ചില കാര്യങ്ങൾ. നിങ്ങൾ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ, യജമാനൻ കല്യാണത്തിന് പോയി മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും യേശു താഴോട്ട് വേറൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്, കള്ളനെ കുറിച്ചുള്ള കാര്യം. 39 വാക്യം, കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നുവെന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കില്ല എന്നറിവീൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് എപ്പം വേണമെങ്കിലും സംഭവിക്കാം. വിശ്വാസികളായിരിക്കുന്ന, ക്രിസ്ത്യാനികളായിരിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് മുമ്പിലുള്ള രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ സകല മനുഷ്യർക്കുമുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലൈഫ് ഈസ് ഷോർട്ട്. രണ്ടാമത്, എനി ടൈം ജീസസ് ക്യാൻ കം ബാക്ക്. ഏത് സമയത്തും നമ്മൾ അപ്രതീക്ഷിതമെന്ന് ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കും. ഇനി ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്, ഒത്തിരി വെല്ലുവിളികളുണ്ട്. എങ്ങനെ നമ്മൾ ജീവിക്കും? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ? ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ ഓരോ ദിവസവും ഇവിടെ ജീവിക്കാൻ വേണ്ടി, ഇനി ഈ ജീവിതം ചെറുതാണെങ്കിൽ പോലും നമുക്ക് ആയുസ് തരുന്നിടം വരെ ഭൂമിയിൽ ജീവിക്കണ്ടേ? കർത്താവ് എപ്പം വേണമെങ്കിലും വന്നോട്ടെ, എന്നാൽ വരുന്നിടം വരെ നമുക്ക് ജീവിക്കണ്ടേ? ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒത്തിരി പ്രയാസങ്ങളുണ്ടോ? അതിൽ ഒന്നാമത്തെ കാര്യമാണ് ആകുലത. എല്ലാ മനുഷ്യർക്കും ഒത്തിരി ആകുലതയുണ്ട്, ഒത്തിരി വറീസുണ്ട്. എനിക്ക് ആകുലതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആകുലതയില്ലാത്ത ആരും തന്നെ കാണത്തില്ല. എന്നാൽ പല സമയത്തും നമ്മുടെ ആകുലതകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല പലപ്പോഴും കാര്യങ്ങൾ സംഭവിക്കുന്നത്. പഠനം പറയുന്നത് ഒരു 90% നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല. ഇതൊക്കെ നമ്മുടെ തോന്നലുകൾ മാത്രം, നമ്മുടെ ഭയങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഈ ഭയപ്പെടുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യും, സംഭവിക്കത്തില്ല. എങ്കിലും നമ്മൾ വെറുതെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട്.
വേദപുസ്തകം സത്യം പറഞ്ഞാൽ വീണ്ടും നമ്മുടെ എല്ലാ ഭാരങ്ങളും യഹോവയിൽ സമർപ്പിക്കുന്നതിനെക്കുറിച്ചും സകല ആകുലതകളും കർത്താവിൽ വെച്ച് വിശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ സ്വസ്ഥമായിട്ടും സമാധാനത്തോടും സന്തോഷത്തോടുമായിരിക്കണം തന്നെയാണ് വേദപുസ്തകം നമ്മളെക്കുറിച്ച് അറിയിക്കുന്നത്. എന്താണ് നമ്മുടെയൊക്കെയും ആകുലതയുടെ പിന്നിലെ കാര്യം? ഒന്ന്, ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണം പറഞ്ഞ മനുഷ്യനും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ചെറിയൊരു ആകുലതയുണ്ട്. വിളവ് കൂടി, ഒത്തിരി സമൃദ്ധി വന്നു, ഇനി ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മളവർക്കും പണമില്ലാത്തവർക്കും ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ഫൈനാൻഷ്യൽ സ്ട്രഗിൾസൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ആകുലതയാണ്. എല്ലാം ഒത്തിരി അധികമായിട്ടുള്ളവർക്കും അവരുടെ ആകുലതയുണ്ട്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? ഹൗ ടു ഹാൻഡിൽ ഇറ്റ്? ഇതെങ്ങനെയൊക്കെയാണെന്ന് മാനേജ് ചെയ്യേണ്ടത്? ഇതെങ്ങനെയൊക്കെയാണെന്ന് സൂക്ഷിക്കേണ്ടത്? ഏതൊക്കെ രീതിയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ആ ഒരു ആകുലതയുടെ അടിസ്ഥാനത്തിലാണ് പുള്ളിയും പലതും പ്ലാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതുമൊക്കെ. അപ്പോൾ പണമുള്ളവർക്കും ആകുലതയുണ്ട്, പണമില്ലാത്തവർക്കും എന്തുണ്ട്? ആകുലതയുണ്ട്. ആകുലത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ കർത്താവ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ യേശു പറയുന്നതാണ് നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്നത്. എന്തുവാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്? ഇത് പറഞ്ഞു, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആകയാൽ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ therefore. അപ്പോൾ ആദ്യം ഒരു ഉപമ പറഞ്ഞു, മൂഢനായ ധനികനായ മനുഷ്യൻ്റെ ഉപമ പറഞ്ഞിട്ട് പറയുവാണ് therefore, അതുകൊണ്ട് എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭാരപ്പെടാനുള്ള റീസൺസ് ഉണ്ട്. കാരണം ഈ ധനികൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്, ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അത് സമൃദ്ധി ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ആകുലതയ്ക്കുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടേണ്ട കാര്യമില്ല. ഇതിനേക്കാളുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെയുണ്ട്. എന്നിട്ട് യേശുക്രിസ്തു ഉദാഹരണം പറയുന്നു, കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. കർത്താവ് ഇവിടെ കാക്കയുടെ ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മൾ ലേവ്യ പുസ്തകത്തിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കാക്കയെന്ന് പറയുന്നത് ഒരു അശുദ്ധ ജീവി, അല്ലെങ്കിൽ ഒത്തിരി അശുദ്ധ മൃഗങ്ങളും അശുദ്ധമായ പക്ഷികളും ഒക്കെ അതിനൊന്നും കഴിക്കാനും ഭക്ഷിക്കാനും ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ വെച്ചിരിക്കുക എന്തുവാ കാക്കയും. ആ കാക്കയും ദൈവം അശുദ്ധമെന്ന് കണ്ട ഈ കാക്കയെപ്പോലും ദൈവം എന്ത് ചെയ്യുന്നു? വളരെ അതിശയകരമായിട്ടാണ് ദൈവം നടത്തുന്നത്, പുലർത്തുന്നത്. എല്ലാ ദിവസവും അതിനാവശ്യമുള്ള തീൻ കർത്താവ് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഒരു പക്ഷേ അവർ രാവിലെ എഴുന്നേറ്റ് സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, കരഞ്ഞുകൊണ്ട് എല്ലായിടത്തും നോക്കി നടക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. സമയത്ത് അതിനുള്ള ആഹാരമെല്ലാം ദൈവം കൊടുക്കും. കർത്താവ് പറയാം, നിങ്ങളെ ഇങ്ങനെ നടത്തും. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എത്ര വിശേഷമുള്ളവർ. അതിനുശേഷം വേറൊരു കാര്യം കൂടെ പറയുന്നു. വേറൊരു ഉദാഹരണം കൂടെ പറയുന്നു 27-ാമത്തെ വാക്യത്തിൽ. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിന്, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. അവിടെ താമര എന്ന് പറയുന്നത് വൈൽഡ് ലില്ലീസ്, ഈ വയലിലൊക്കെ വളരുന്ന നമ്മൾ പറയുന്ന വലിയ ലില്ലിപ്പൂവോ താമരപ്പൂവോ ഒന്നും ഓർക്കണില്ല, അതുപോലത്തെയുള്ള അന്നത്തെ ആ പ്രദേശത്തുള്ള ഈ പൂവുക്കൾ, ഇത് ചിലവരിതിനെ പുല്ലാണെന്നും പറയും. ഇത് വളർന്നു, ഇത് അന്നത്തെ വൈകുന്നേരം ആകുമ്പോഴത്തെ എന്ത് ചെയ്യും? വാടിപ്പോവും. പിന്നെ ഇവരിതിനെ ഉപയോഗിക്കുന്നത് അവരുടെ പാചകത്തിന് വേണ്ടി, ഓവനിൽ പലതും ബേക്ക് ചെയ്യാനൊക്കെയും അവരുപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വാടിപ്പോകുന്ന ഈ പൂക്കളോ ഈ പുല്ലോ ഒക്കെ അവരെന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നത്. അപ്പോൾ പക്ഷെ കർത്താവ് പറയുക, അതിനെപ്പോലും ഏറ്റവും മനോഹരമായിട്ടാണ് ദൈവം നടത്തിയത്. അതിന് കർത്താവ് എടുത്ത ഉദാഹരണം ശലോമോൻ്റെ കാര്യമാണ്. നമ്മൾ ശലോമോൻ്റെ സമൃദ്ധിയെക്കുറിച്ച്, ശലോമോൻ്റെ ആ ഒരു ഭയങ്കരമായ ആ ജീവിതത്തെക്കുറിച്ചും സ്പ്ലെൻഡർ ലൈഫിനെ കുറിച്ചുമൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അറിയാം എത്രയോ ഭയങ്കരമായ ഒരു ജീവിതമായിരുന്നു ശലോമോൻ്റെ. എത്രയോ ഉന്നതവുമായ ശ്രേഷ്ഠമായ ഏറ്റവും ആഡംബരം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. എന്നാൽ അതിനേക്കാളും മനോഹരമായിട്ട്, അതിനേക്കാളും നന്നായിട്ട്, അതിനേക്കാളും ഏറ്റവും മഹത്വകരമായിട്ട്
കർത്താവിന് നമ്മളെ നടത്തുവാനായിട്ട് എന്തു ചെയ്യും? സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അതിനേക്കാളും മഹത്തരമായിട്ടാണ് ഈ വാടിപ്പോകുന്ന ഈ ലില്ലീസിനെ, ഈ താമരയൊക്കെയും കർത്താവ് പരിപാലിക്കുന്നത്. അവയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എങ്കിലും കർത്താവ് അതിനെയെല്ലാം മനോഹരമായിട്ട് നടത്തുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം എന്ത് നിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. സത്യം പറഞ്ഞ് ഇതൊക്കെ അന്വേഷിക്കുന്നത് കർത്താവ് പറയാ, ജീവനുള്ള ഈ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ല, അല്ലാത്തവരാണ് ഇതിനെയൊക്കെ അന്വേഷിക്കുന്നത്. അവൻ്റെ രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇത് കിട്ടും. അതിന് മുമ്പ് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു? അറിയുന്നു. അതിൻ്റെ 30-ാമത്തെ വാക്യം, ഈ വകയൊക്കെ ലോകജാതികൾ അന്വേഷിക്കും, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. അപ്പോൾ 2 യാഥാർത്ഥ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് ചില പോസിറ്റീവായിട്ടുള്ള അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ചില നിത്യമായ ചില വസ്തുതകളും കൂടെ കർത്താവ് പറയുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ അറിയുന്നു. പ്രധാനപ്പെട്ട 2 യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികൾ നേരിടുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സ്ലൈഡ് ഒന്ന് കാണിക്കാൻ നല്ലതായിരിക്കും. ദൈവം നമ്മളെ അറിയുന്നു. ഗോഡ് നോസ് us. ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവമക്കളായ നമ്മളെ കർത്താവിന് അറിയാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാതികളെപ്പോലെ ഒത്തിരി ജൽപ്പനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യുന്ന ദൈവത്തിനറിയാം, കർത്താവിനറിയാം നിങ്ങൾക്ക് എന്തുവാണ് ആവശ്യമുള്ളത് എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, പല പ്രയാസങ്ങളെ നേരിടുമ്പോൾ, പല ആകുലതകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മളെ വാസ്തവമായിട്ട് അറിയുന്നു. നമ്മുടെ ആവശ്യങ്ങൾ എന്നതാണെന്ന് നമ്മളെക്കാളും മുന്നമേ ദൈവത്തിനറിയാം. അത് ദൈവത്തിന് നമുക്ക് തരുവാനായിട്ട് സാധിക്കും. നമ്മുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ എന്നതാണെന്ന് കൃത്യമായിട്ടും അറിയുന്നു. നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ മേൽ ഇറക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഒരു വയലിലെ ഒരു ലില്ലിയെ ദൈവം പരിപാലിക്കുന്ന പോലെ, ശലോമോനേക്കാളും മനോഹരമായിട്ട് പരിപാലിച്ചതുപോലെ, കാക്കയെന്ന് പറയുന്ന ഒരു അശുദ്ധമായ ആ ഒരു പക്ഷിയെ പുലർത്തുന്ന കർത്താവിന് നമ്മളെ നടത്തുവാനായിട്ട് കർത്താവിന് സാധിക്കും. അടുത്തത് നമ്മളിവിടെ കാണുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അടുത്തത് കർത്താവ് പറയുന്നൊരു കാര്യം നമ്മളിവിടെ കാണുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ എന്ത് ചെയ്യും? ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. രാജ്യം നമുക്ക് കർത്താവ് എന്ത് ചെയ്യും? നൽകുന്നു. ദൈവത്തിൻ്റെ രാജ്യം എന്ത് ചെയ്യുന്നു? ദൈവം നമുക്ക് നൽകുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ രാജ്യത്തിൻ്റെ ചെറിയൊരു ടേസ്റ്റ് അനുഭവിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? ആ രാജ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സമയം ഉണ്ട്. കർത്താവ് നമുക്ക് ആ രാജ്യം നൽകുന്ന സമയമുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-34 വാക്യം ഒന്ന് വായിക്കാം. കർത്താവ് പറയുന്നതെന്ന് കേൾക്കാം. തൻ്റെ വലത്തുഭാഗത്തുള്ള ആൾക്കാരോട് കർത്താവ് എന്താണ് പറയുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. മത്തായി 26-34. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അല്ല, സോറി, മാത്യു അല്ല, അത് മാത്യു 25, സോറി 26 25-34. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേ. നമുക്ക് ദൈവത്തിൻ്റെ രാജ്യം അതിന് മുഴു നിറവോടും മുഴു ശക്തിയോടും കൂടെ തരുന്ന ഒരു സമയമുണ്ട്. മാത്രമല്ല, നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പാസ്റ്റ്നെസ് ഉണ്ട്, ഒരു പ്രസൻറ്റൻസ് ഉണ്ട്, ഒരു ഫ്യൂച്ചറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രസൻറ്റൻസിൽ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യം അനുഭവിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെയൊക്കെ 100 ഇരട്ടിയായിട്ട് സമ്പൂർണ്ണമായിട്ട് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു ജീവിതം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നുണ്ട്. രാജ്യത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോൾ കർത്താവ് വീണ്ടും നമ്മളോട് പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമായ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ രാജ്യം നമുക്ക് നൽകിയിരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ തീരാൻ പോവുകയാണ്. ദൈവം നമ്മളെ അറിയുന്നു.
നമുക്ക് ദൈവത്തിൻ്റെ രാജ്യം തന്നിരിക്കുന്നു. മാത്രമല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ദൈവം നമുക്ക് വിലയുള്ളവരായിട്ട് നമ്മളെ കാണുന്നു, മൂല്യമുള്ളവരായിട്ട് കാണുന്നു. കാക്കയെക്കാളും അല്ലെങ്കിൽ വയലിലെ പൂക്കളെക്കാളും എല്ലാം മൂല്യമുള്ളവരായിട്ട് കർത്താവ് നമ്മളെ കാണുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, 2 ഇൻസ്ട്രക്ഷൻസ്. ഒന്ന്, അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്തുവാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? 33-ാമത്തെ വാക്യം: നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ, കള്ളൻ അടിക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴുകിപ്പോകാത്ത മടിശിലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവേൻ. ദൈവവിഷയമായിട്ട് സമ്പന്നമാവുക. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ മുന്നേറുവാനായിട്ട് നോക്കും, ഞാൻ ഉൾപ്പെടെ പറയുകയാണ്. എന്നാൽ നമ്മൾ മറന്നു പോകാതിരിക്കുന്ന കാര്യം, ബാക്കിയെല്ലാം നമ്മളിവിടെ വെച്ചിട്ട് പോകേണ്ടി വരും. ദൈവവിഷയമായിട്ട് നമ്മൾ സമ്പന്നമാകുന്ന കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മുമ്പോട്ടുള്ള ഈ ഒരു ചെറിയ പീരീഡ് നമ്മൾ ഒന്ന് ഗുണിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട്, ഈ ഒരു പീരീഡിൽ എനിക്ക് എത്രത്തോളം ദൈവവിഷയമായിട്ട് സമ്പന്നമാകുവാൻ, എത്രത്തോളം എനിക്ക് സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കണമെന്ന് നമ്മൾ ഓർക്കണം. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നമുക്ക് എത്രത്തോളം നിക്ഷേപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 35-ാമത്തെ വാക്യത്തിൽ അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കാണുന്നു. നമ്മളോടുള്ള ഒരു കമാൻഡ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കാണുന്നു. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. എപ്പോഴും റെഡി ആയിട്ടിരിക്കുക, എപ്പോഴും നമ്മൾ ഒരുക്കത്തോടിരിക്കുക. ഇവിടെ ഇവർ ഒരുങ്ങിയിരുന്നപ്പോഴത്തേക്ക് എന്തു ചെയ്യും? അവരുടെ യജമാനനെ അവർക്ക് വരവേൽക്കാനായിട്ട് പറ്റി. എന്നാൽ ചില ആൾക്കാർ എന്തു ചെയ്തു? അവർ ഒരുങ്ങാതിരുന്നുകൊണ്ട്, വേറെയും ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ, അവർ പല രീതിയിൽ അവർ റെസ്പോൺസിബിലിറ്റികൾ അവർ വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ല. ഇവിടെ നമ്മൾ കാണുന്നത് ഒരുങ്ങിയിരിക്കുന്നവർക്ക് ഈ യജമാനൻ തന്നെ എന്തു ചെയ്യുന്നു? അവരെ ശുശ്രൂഷിക്കുന്നു. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. ഒരുങ്ങിയിരിക്കുന്നവർക്ക് കർത്താവ് തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ അനുഭവമാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. ഒരുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. വിജിലൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുക്കപ്പെട്ടവരാണോ? ഒരുക്കപ്പെട്ടവരാ. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവുമായിട്ട് ഹൃദയം കൊടുത്തവരാ, അല്ലേ? നമ്മളൊക്കെ കർത്താവിനായിട്ട് സമർപ്പിച്ചവർ. നമ്മുടെ രക്ഷ അഷ്യൂറായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, അതിനൊന്നും മാറ്റമില്ല. പക്ഷേ നമ്മുടെ ഹൃദയം നമ്മളിപ്പം പെട്ടെന്നൊരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ടല്ലോ. അല്ല, ഇനി അതിലും വലിയൊരു VIP ആയ ഒരാൾ, ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ അപ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നെങ്കിലോ നമുക്കുണ്ടാകുന്നൊരു പ്രയാസങ്ങൾ, ഒരു വൈക്ലഭ്യമൊക്കെ ഉണ്ടല്ലോ. ഇത് തന്നെയാണ് ഈ ഒരുക്കപ്പെടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. യേശുക്രിസ്തു പെട്ടെന്ന് അതിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രത്തോളം കർത്താവുമായുള്ള ബന്ധത്തിലായിരിക്കാം. അതിനെയാണ് ഒരുക്കമെന്നും ഉണർവെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരുക്കത്തോടും ഉണർവോടും കൂടെ നമ്മളായിരിക്കുക. ഒന്ന്, നമ്മൾ ഒരു കാര്യം. മറ്റേത് ദൈവവിഷയമായിട്ട് സമ്പന്നമാവുക. എത്രത്തോളം ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ കർത്താവിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലുമൊക്കെ വന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും. എന്നെയും ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു സ്ലൈഡ് ഒന്ന് വരാമോ? ലതാ മങ്കേഷ്കർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പിന്നണി ഗായിക. അവർ ഏകദേശം 8 പതിറ്റാണ്ടുകളോളം വളരെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഒരു പാട്ടുകാരെ സംബന്ധിച്ചൊരു സംഗീതക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും അവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത 2000-ത്തിലധികം സിനിമകളിലൊക്കെയും പാടിയിട്ടുള്ള ലതേഷ് മങ്കേഷ്കർ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു പക്ഷേ അത് കേട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ആയിരിക്കാം. അവരുടെ അവസാനത്തിൽ ഒത്തിരി എനിക്ക് 91 വയസ്സോളം അവർ ജീവിച്ചിരുന്നവരാണ്. എന്നാൽ അവർ തൻ്റെ അവസാന സമയത്ത് അവർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം എന്നെയും ഒത്തിരി സ്ട്രൈക്ക് ചെയ്യും. നിങ്ങളും വായിച്ചിട്ടുള്ളതായിരിക്കും, എന്നല്ല എങ്കിലും നമുക്ക് ഒരുമിച്ചൊന്ന് കേൾക്കാം. അത് അവരിങ്ങനെ പറയുന്നു, അവരുടെ അവസാന വാക്കുകൾ.
മരണത്തെക്കാൾ സത്യമായ മറ്റൊന്ന് ഈ ലോകത്തില്ല. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് കാറ് എൻ്റെ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വീൽ ചെയറിൽ ഒതുങ്ങി. ഈ ലോകത്തിലെ വിവിധ ഡിസൈനുകളും നിറങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ഷൂകളും വില കൂടിയ സാധനങ്ങളും എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നൽകിയ ഒരു ചെറിയ ഗൗണിലാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണമുണ്ട്. അതെനിക്ക് പ്രയോജനകരമല്ല. എൻ്റെ വീട് എനിക്ക് ഒരു കൊട്ടാരം പോലെയാണ്. പക്ഷേ ഞാനൊരു ആശുപത്രിയിലെ ഒരു ചെറിയ കട്ടിലിൽ കിടക്കുന്നു. ഞാൻ ഈ ലോകത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ ആശുപത്രിയിലെ ഒരു ലാബിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയക്കുന്നു. ഒരു ഘട്ടത്തിൽ 7 ഹെയർ ഡ്രസ്സർമാർ എല്ലാ ദിവസവും എൻ്റെ മുടി ഒരുക്കി വെക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ തലയിൽ രോമമില്ല. ലോകമെമ്പാടുമുള്ള വിവിധ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ഭക്ഷണക്രമം ഒരു ദിവസം 2 ഗുളികകളും രാത്രിയിൽ 1 തുള്ളി ഉപ്പുമാണ്. ഞാൻ വ്യത്യസ്ത വിമാനങ്ങളിൽ ലോകമെമ്പാട് സഞ്ചരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് 2 പേർ എന്നെ ആശുപത്രി വരാന്തയിലേക്ക് സഹായിക്കുന്നു. സൗകര്യങ്ങളൊന്നും എന്നെ സഹായിച്ചില്ല. ഞാൻ അതിലൊരു തരത്തിലും മടിയനല്ല. എന്നാൽ ചില പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ എന്നെ ജീവിപ്പിക്കുന്നു. ഇതാണ് ജീവിതം. എത്ര പണക്കാരനായാലും ഒടുവിൽ വെറും കൈയോടെ പോകും. അതിനാൽ ദയ കാണിക്കുകയും നിങ്ങൾക്ക് കഴിയുന്നവരെ സഹായിക്കുകയും ചെയ്യുക. പണത്തിനും അധികാരത്തിനും വേണ്ടി ആളുകളെ വിലയിരുത്തുന്നത് ഒഴിവാക്കുക. നല്ല ആളുകളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ളവരെ സ്നേഹിക്കുക. ആരെയും വേദനിപ്പിക്കരുത്. നല്ലവരായിരിക്കുക. വളരെ അർത്ഥവത്തായ ചില വാക്കുകളാണ് അവർ പറഞ്ഞത്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ, ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ അവർക്ക് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടായ തിരിച്ചറിവാണ് നമ്മളിപ്പോൾ വായിച്ച് നമ്മൾ കേട്ടത്. നമുക്കും അറിയാം, പലപ്പോഴും നമ്മളുമൊക്കെ ചില സമയങ്ങളിലൊക്കെ ആശുപത്രികളിലൊക്കെ നമ്മൾ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലരെയൊക്കെ പരിചരിക്കാനെങ്കിലും നമ്മൾ നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിസിറ്റിംഗ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി നമ്മൾ ഒരു സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്നുമില്ല. ജീവിതം വളരെ നൈമിഷികമായിട്ടുള്ളതും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക്, കർത്താവേ, എനിക്ക് നിനക്ക് വേണ്ടി കൂടുതൽ നിക്ഷേപിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ നിക്ഷേപിക്കണം. C.T. സ്റ്റഡ് എന്ന് പറയുന്ന ക്രിക്കറ്റർ, മില്യനറായിരുന്ന ക്രിക്കറ്റർ, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹം പിന്നീട് ഒരു മിഷണറി ആയിട്ട് തീർന്നു. ഓൺലി വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ഓൺലി വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ഒരേ ഒരു ജീവിതം, അത് വേഗം എന്ത് ചെയ്യും? തീർന്നു പോകും. എന്നാൽ എന്ത് കർത്താവിന് വേണ്ടി ചെയ്തോ അത് മാത്രം എന്ത് ചെയ്യും? നിലനിൽക്കും. വീണ്ടും ഒരു വ്യക്തിയെക്കുറിച്ച് കൂടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പത്രത്തിൽ, ഒൻറ്റോറിയയിൽ ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നു. നിര്യാതനായ ലിസ്റ്റോവലിലെ ജോൺ ലിവിങ്സ്റ്റൺ ഒൻറ്റോറിയയിലെ പെർത്ത് കൗണ്ടിയിൽ ഏറ്റവും വലിയ ധനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുകൾക്ക് $5 ലക്ഷം മൂല്യം കൽപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ തൻ്റെ ജീവന് $5 ലക്ഷം ഇൻഷുർ ചെയ്തിരുന്നു. അദ്ദേഹം പ്രസിദ്ധ സ്കോട്ടിഷ് മിഷണറി ആയിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ സഹോദരനായിരുന്നു. 2 സഹോദരന്മാർ, ഒന്ന് ജോൺ ലിവിങ്സ്റ്റണും വേറൊരു ഡേവിഡ് ലിവിങ്സ്റ്റണും. ജോൺ പറഞ്ഞു, ഞാൻ കാനഡയിലേക്ക് പോയിട്ട് ഞാൻ പണം സമ്പാദിക്കുവാനായിട്ട് പോവുകയാണ്. അദ്ദേഹം എന്തു പറഞ്ഞു അത് സംഭവിച്ചു. ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് വിചാരിക്കുന്നോ എന്ത് പറയുന്നോ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നാൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹം പറഞ്ഞത് എന്തുവാ? അദ്ദേഹം തൻ്റെ ചെറിയ പ്രായത്തിൽ യേശുവിനായിട്ട് ജീവിതം കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിലേക്ക് തനിയെ ഒരു മിഷണറി ആയിട്ട് പോവുകയാണ്. അദ്ദേഹം തൻ്റെ 75-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു. എന്നാൽ വർഷങ്ങൾ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ജോണിൻ്റെ പേരിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. കുറേ വർഷങ്ങളൊക്കെ ആൾക്കാർ ജോൺ എന്ന് പറയുന്ന ഈ ഇത്രയും ധനികനായ, ഇത്രയും സ്വത്തിനുടമയായ വ്യക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും
ഇന്നും ആളുകൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ നമുക്കിന്ന് എവിടെയും കേൾക്കുവാനായിട്ട് സാധിക്കും. ഒരു സൗരഭ്യവാസനയായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവവിഷയമായിട്ട് സമ്പന്നമായ ആളുടെ ജീവിതം എത്രയോ ധന്യമായ കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, 2 യാഥാർത്ഥ്യങ്ങൾ. ജീവിതം ചെറുതാണ്, ചെറിയൊരു ജീവിതം. യേശുക്രിസ്തു എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ ഓവർകം ചെയ്യാൻ ഓർത്തിരിക്കുക, നമ്മൾ മൂല്യമുള്ളവരാണ്. ദൈവം നമ്മളെ വിലമതിക്കുന്നു. മറ്റെന്തിനേക്കാളും ദൈവം നമ്മളെ വിലമതിക്കുന്നു. കുരുകിലിനേക്കാളും ഒക്കെ നമ്മൾ വിലയേറിയവരായ ആൾക്കാരാണ്. 2, കർത്താവിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഗോഡ് നോസ്, ദൈവത്തിനെല്ലാം അറിയാം. 3, കർത്താവ് നമുക്ക് തന്നെ രാജ്യം തരുന്നു, രാജ്യം തന്നിരിക്കുക. ഇതെല്ലാം ആയതുകൊണ്ട് നമുക്ക് 2 നിർദ്ദേശങ്ങൾ കർത്താവ് തരുന്നു. 1, പുഴുവും തുരുമ്പും കെടുക്കാതിരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുക. 2, കർത്താവിനായിട്ട്, കർത്താവിൻ്റെ വരവിനായിട്ട് എന്നും ഉണർവോടെ വിജിലൻ്റായിട്ട് കാത്തിരിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഞാൻ പല കാര്യങ്ങൾ ഒത്തിരി കൂടുതലായിട്ട് ചിലപ്പോൾ